Hi friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെ ഒരു BLDC ഫാൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് BLDC ഫാൻ അല്ലെങ്കിൽ എന്താണ് ഇൻഡക്ഷൻ ഫാൻ എന്നുള്ളത് നമ്മൾ വേറെ വീഡിയോയിൽ കണ്ട കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ വീഡിയോയിൽ. അത് അറിയേണ്ടവർ മുകളിലത്തെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ അത് നോക്കി ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റംബർഗ് എന്ന കമ്പനിയുടെ എഫിഷ്യോ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആറ്റംബർഗ് എഫിഷ്യോ 1200 mm ബ്ലേഡ് സൈസുള്ള വൈറ്റ് കളർ ഫാനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഫാനിൻ്റെ മെയിൻ മോട്ടോർ യൂണിറ്റ്, 2 കനോപ്പീസ്, റിമോട്ട് കൺട്രോൾ, ഡൗൺ റോഡ്, ഷാക്കിൾ കിറ്റ്. ഇത് സീൽ മൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. റിമോട്ടിൻ്റെ ബാറ്ററി കൂടെ വരുന്നുണ്ട്. ഇത് നമുക്ക് ലീഫ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് 1200 mm ആണ് ഇതിൻ്റെ സൈസ്. അതുപോലെ വൈറ്റ് കളറാണ്. ഇത് ഗ്ലോസി ഫിനിഷാണ്. നമുക്ക് ഫാൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം 2 നീളമുള്ള വയർ എടുക്കുക. അതായത് നമുക്ക് ഡൗൺ റോഡിൻ്റെ മുകളിൽ വരത്തക്ക രീതിക്ക് ഒരു വയർ എടുക്കുക. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഹോൾ വഴിയാണ് നമ്മൾ വയർ കയറ്റേണ്ടത്. മുകളിലത്തെ നമ്മൾ സീൽ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ ഇടാനുള്ള ഹോളാണ്. അപ്പോൾ അതുവഴി നമ്മൾ വയർ അകത്തേക്ക് കയറ്റുക. അതിനുശേഷം കനോപ്പീസാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അപ്പർ കനോപ്പി, ഇതിൽ സ്ക്രൂ ഒന്നുമില്ല, കനോപ്പിയിൽ പുഷ് ചെയ്ത് കയറ്റിയാൽ മതി. അതിനുശേഷം ഡൗൺ കനോപ്പി ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഹോൾ വഴി വയർ എടുക്കുക. ഏറ്റവും ലാസ്റ്റത്തെ ഹോളിൽ എടുക്കരുത്, അത് നമ്മൾ ബോഡിയിൽ ഫിക്സ് ചെയ്യാനുള്ളതാണ്. അതിനുശേഷം ഈ ഹോൾ വരുന്ന രീതിക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഡൗൺ റോഡ് ബോഡിയിൽ വെച്ചിട്ട് നെറ്റ് വെച്ച് ഫിക്സ് ചെയ്യുക. ഈ ഫാന് 380 RPM ആണ്. പവർ കൺസപ്ഷൻ വന്നിട്ട് 5 സ്പീഡിൽ 28 വാട്ടാണ്. എയർ ഫ്ലോ 200 CFM. നമ്പർ ഓഫ് സ്പീഡ് സെറ്റിങ്സ് 5 ആണ്. നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഡൗൺ റോഡിൽ നേരത്തെ പ്ലേസ് ചെയ്ത വയർ മോട്ടറിൽ നിന്ന് വരുന്ന മെയിൻ കണക്ഷനിലേക്ക് കണക്ട് ചെയ്യാം. ജസ്റ്റ് സ്ക്രൂ തുറന്ന് കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഡൗൺ റോഡിലേക്ക് വയർ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ കണക്ഷൻ കൊടുക്കുക എളുപ്പത്തിന് വേണ്ടിയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ മെയിൻ കണക്ഷൻ വരുന്ന വയർ നമുക്ക് ഇതിലേക്ക് എത്തിച്ചാലും മതി. ഇതിലെ മോട്ടറിൽ നിന്ന് വരുന്ന വയറിന് ലെങ്ത് ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അഡീഷണൽ ഒരു പീസ് വയറും കൂടി എടുക്കേണ്ടി വന്നത്. നമുക്ക് ഈ ഫാന് 140-നും 285 വോൾട്ടിനും ഇടയ്ക്ക് ഏത് വോൾട്ടിൽ വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം. സ്പീഡിന് വ്യത്യാസമൊന്നും വരത്തില്ല. ഇപ്പോൾ സെയിം സ്പീഡ് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. അതുപോലെ 110 വോൾട്ടിനും 285 വോൾട്ടിനും ഇടയ്ക്ക് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. അതിൻ്റെ ഇടയ്ക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്ക് സീൽ മൗണ്ട് ചെയ്യാനുള്ള ഷാക്കിൾ കിറ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ വയർ എടുത്ത അതിന് തൊട്ട് മുകളിലുള്ള ഹോളിലാണ് ഇത് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഉറപ്പിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ജെർക്കിങ് ഫീൽ ചെയ്യും. ഇനി എൻ്റെ കനോപ്പി അതിൻ്റെ പൊസിഷനിലേക്ക് വയ്ക്കുക. നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് അതിൻ്റെ ബ്ലൈഡ് അതിലേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ ബ്ലൈഡ് സെറ്റ് ചെയ്യും, എന്നിട്ടാണ് ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരിക്കലും അത് ചെയ്യരുത്. എന്നാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ലീഫിൽ വളവ് വീഴാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡൗൺ റോഡും ഷാക്കിൾ കിറ്റും വരെ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ലീഫ് മോട്ടറിൽ ഫിക്സ് ചെയ്യാം. നമ്മുടെ ഫാനിൻ്റെ പാർട്സുകളെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സീൽ മൗണ്ട് ചെയ്യാം. ഇതെൻ്റെ പഴയ ഫാനാണ്, ഇൻഡക്ഷൻ ഫാൻ. അപ്പോൾ ഞാനിത് സീലിങ്ങിലുള്ള ഹുക്കിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജെർക്കിങ് ഉണ്ടാകും.
നമുക്ക് മെയിൻ പവർ കണക്ട് ചെയ്യാം. ഈ കാണുന്നത് ഒരു വൈഫൈ സ്വിച്ചാണ്. നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ഫാനിൽ നിന്ന് വരുന്നത് പവറിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് ഫാൻ വൈഫൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നോർമൽ വീടുകളിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വൈറ്റ് കളറുള്ള സ്വിച്ചിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് പവർ നമ്മുടെ ഫാനിൻ്റെ മോട്ടറിൽ നിന്നുള്ള കണക്ഷനിലേക്ക് കണക്ട് ചെയ്യുക. നമ്മുടെ സാധാരണ ഫാനും ഈ BLDC ഫാനും തമ്മിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BLDC ഫാനിന് റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പഴയ ഫാൻ എല്ലാം റെഗുലേറ്റർ വെച്ചായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഊരിയിട്ട് ഡയറക്റ്റ് പവർ വേണം കൊടുക്കാൻ. ഒരിക്കലും റെഗുലേറ്റർ വഴി ഇത് കൊടുക്കരുത്. ഡയറക്റ്റ് പവർ വേണം നമ്മളിതിൽ കൊടുക്കാൻ. അതിനുശേഷം അത് തിരിച്ച് കനോപ്പിക്കകത്താക്കി ഫിക്സ് ചെയ്യും. ഇനി നമുക്ക് ഫാനൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫാൻ ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം റിമോട്ടിൽ ബാറ്ററി ഇടാം. ഇതിൻ്റെ ഫുൾ ഫങ്ഷൻ സെറ്റിംഗ് നമ്മൾ റിമോട്ട് വഴിയാണ്. സാധാ ഫാൻ പോലെ നമ്മൾ റെഗുലേറ്ററിലല്ല എൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. റിമോട്ടിലാണ് 5 സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. സ്വിച്ച് ഇടാം. ഈ ഫാനിൽ ഒരു റെഡ് ലൈറ്റ് കത്തിക്കണം. അതാണ് ഇതിൻ്റെ റിമോട്ടിൻ്റെ റിസീവർ വരുന്ന ഭാഗം. ഇതിൻ്റെ ലീഫെല്ലാം അലുമിനിയം ആണ്. അതുപോലെ നമ്മൾ സാധാ ഫാനും ഇതും തമ്മിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്, BLDC ഫാനിൽ റെഗുലേറ്റർ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കണക്ഷൻ നമ്മൾ ഡയറക്റ്റ് വേണം കൊടുക്കേണ്ടത്. ഒരിക്കലും റെഗുലേറ്റർ വഴിയുള്ള കണക്ഷൻ BLDC ഫാനിൽ കൊടുക്കരുത്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് റിമോട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ഓൺ ഓഫ്, സ്പീഡ് കൺട്രോൾ, അതുപോലെ സ്ലീപ്പ് മോഡും ടൈമർ മോഡും ഉണ്ട്. സ്ലീപ്പ് മോഡെന്ന് പറഞ്ഞാൽ ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും സ്പീഡ് ഡിക്രീസ് ആവും. ടൈമർ മോഡാണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഫാൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഇതെല്ലാം നമുക്ക് റിമോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ ബൂസ്റ്റ് മോഡാണെന്നുണ്ടെങ്കിൽ 32 വാട്ടാണ് ബൂസ്റ്റ് മോഡിൽ എടുക്കുന്ന പവർ. അല്ലാതെ നമ്മൾ 5th സ്പീഡ് ഇടുകയാണെങ്കിൽ 28 വാട്ട് യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ റിമോട്ടിലാണ് ഓഫ് ചെയ്തിരിക്കണമെങ്കിൽ എപ്പോഴും റെഡ് ലൈറ്റ് കത്തി കിടക്കും. ഇതിൻ്റെ ഓപ്പറേഷണൽ കറണ്ട് എന്ന് പറഞ്ഞാൽ 1.16 ആംപിയറാണ്. ഈ ഫാനിൻ്റെ കോസ്റ്റ് വന്നിട്ട് 2600 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ. നമുക്ക് ഈ ഫാൻ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ചാർജ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നോയ്സ് ഫ്രീ ആണ്. 3 years വാറണ്ടി ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രോഡക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.